ഇന്ന് ഈ അടിയന്തര പ്രമേയ വിഷയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അപ്പോൾ പോലും പ്രതിപക്ഷത്തിന്റെ ഉള്ളിൽ വലിയ ചങ്കിടിപ്പായിരുന്നിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇന്നലെ കോൺഗ്രസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത്. അപ്പോൾ ഇന്നെന്തായാലും സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ എത്തിയതിൻ്റെ ചില റിഫ്ലക്ഷനുകൾ, പ്രതിഫലനങ്ങൾ ഇന്നും സഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്താതിരുന്നത് ആശ്വാസകരമായി ഇന്ന് എന്ന് പറയാം. പക്ഷേ രാഹുൽ ഇന്ന് സഭയിൽ പ്രതിഫലിച്ചത് മറ്റൊരു തരത്തിലാണ്. അത് വീണ ജോർജിന്റെ നടത്തിയ ഒരു പരാമർശത്തിലൂടെയാണ്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ കർത്തവ്യം, അതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ട്രോൾ ചെയ്തിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിപക്ഷത്തു നിന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വീണ ജോർജ്. സർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അപ്പോൾ ചോദ്യോത്തര വേളയിലാണ് രാഹുലിനെ ട്രോളാൻ കിട്ടിയ ഒരു അവസരം വീണ ജോർജ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയത്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നതല്ല സർക്കാരിന്റെ നയം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ ജോർജ് സംസാരിച്ചത്. അങ്ങനെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം സഭയിലുണ്ടായത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷമുണ്ട്. നമുക്കറിയാം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വലിയ എതിരഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹം സഭയിൽ എത്തേണ്ട എന്ന നിലപാടിലായിരുന്നു. പക്ഷേ വിഭാഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തണം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അതിനെ അനുകൂലിക്കുന്ന നേതാക്കളുണ്ടായിരുന്നു. KPCCയും അതിനോടൊപ്പം ചേർന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ സഭയിൽ എത്തിയത്. എന്തായാലും അതിനുശേഷം വലിയ മൗനമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. KPCC ഭാരവാഹി യോഗത്തിലും മൗനമായിരുന്നു വി ഡി സതീശന് എന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി അധികം പ്രതികരിക്കേണ്ടതില്ല, താൻ ഒറ്റപ്പെടുന്നു എന്ന ഒരു ബോധ്യത്തിൽ വി ഡി സതീശൻ അല്പം പിൻവലിയുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെ തോന്നിപ്പോവുകയാണ്. കാരണം പാർട്ടിക്കുള്ളിലും ഒപ്പം തന്നെ പുറത്തും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിലപാടുകളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് വി ഡി സതീശൻ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിനുള്ളിൽ ഇതൊരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുന്നു. വലിയ ഭിന്നിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കാണണം, രാഹുൽ ഈ സ്വന്തം നിലയിൽ ഇന്നലെ സഭയിലെത്തുന്നു, വലിയ ഷോ ഓഫ് ഉണ്ടാക്കുന്നു. ഇനി പാലക്കാട്ടേക്ക് പോകാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുകയാണ്. രാഹുൽ ശനിയാഴ്ച മണ്ഡലത്തിൽ എത്തും എന്ന വിവരമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാടും കോൺഗ്രസിനുള്ളിൽ ഭിന്നതകൾ ഉടലെടുക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിനെ DCC പ്രസിഡന്റ് A തങ്കപ്പനും VK ശ്രീകണ്ഠൻ MPയും എതിർക്കുകയാണ്. അവർക്ക് വലിയ അതൃപ്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവിടേക്ക് എത്തുന്നതിൽ ഇരുവർക്കും വലിയ അതൃപ്തിയുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ വലിയ സംരക്ഷണം ഒരുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയ എതിർപ്പ്, വലിയ ഭിന്നത പാർട്ടിയിൽ രൂപപ്പെടുന്നു. പാലക്കാട് അത് അതിരൂക്ഷമാകാൻ പോകുന്നു. ശനിയാഴ്ചയോടെ രാഹുൽ മണ്ഡലത്തിലെത്തും എന്നതാണ് പറയുന്നത്. എന്തായാലും KPCC നേതൃത്വം പറയുന്നത് പോലെ ചെയ്യും എന്നതാണ് പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടതില്ല ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നതാണ് പറയുന്നത്. മണ്ഡലത്തിലേക്ക് MLA വരുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാനില്ല എന്ന് സൂചിപ്പിക്കുന്നു. എന്താണോ ഇനി KPCC നേതൃത്വം പറയുന്നത് അതുപോലെ ചെയ്യുമെന്നും ശ്രീ A തങ്കപ്പൻ ഇന്ന് പ്രതികരിച്ചു. ഇല്ല, രാഹുൽ വിഷയത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കാണ് അദ്ദേഹം എന്താണ് എന്നുള്ള നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയ്ക്കും എനിക്കുള്ളത്. അദ്ദേഹമാണ് ഫൈനൽ വാക്ക്. അതനുസരിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്ക് എന്റെ ഈ രാഹുൽ ഇങ്ങോട്ട് വരുമെന്നുള്ള തരത്തിലുള്ളതാണ് വിവരങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിവരം DCCക്ക് ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം ഒരുക്കോ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് KPCC അധ്യക്ഷനാണ്.
അദ്ദേഹം എന്തു പറഞ്ഞോ അതനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൽകിയുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞാൽ അത് ശിരസ വഹിച്ചുകൊണ്ട് അത് നിലവിൽ എന്തെങ്കിലും അങ്ങനെ നിർദ്ദേശം തന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പറയുന്ന ഇന്നലെയും KPC മീറ്റിംഗ് കഴിഞ്ഞ് നയം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്താന്നുള്ളത്. അത് തന്നെയാണ് എന്റെയും തീരുമാനം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കൗൺസിലർ സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞു. അത് പലരും പറയുമല്ലോ കോൺഗ്രസ് അങ്ങനെ ചെറിയ ആരെയും പറയുന്നത് അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന് അറിയുകയും ചെയ്യാം. അത് എന്ത് തീരുമാനിക്കണം അദ്ദേഹം തീരുമാനം ഇങ്ങനെയുള്ള അതൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ സംരക്ഷണം ഒരുക്കാൻ ഒരു വിഭാഗം തയ്യാറെടുക്കുമ്പോഴാണ് എതിർപ്പുമായി VK ശ്രീകണ്ഠനും ജില്ലാ അധ്യക്ഷനും നിൽക്കുന്നത്. അപ്പോൾ പോലും എന്താണോ KPCC അധ്യക്ഷൻ പറയുന്നത് അക്കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. പാലക്കാട് വലിയ ഭിന്നത കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പിന്മാറില്ല. നമുക്കറിയാം കോൺഗ്രസിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സഭയിൽ എത്താതിരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമീപനമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത് എന്ന് കണ്ടതാണ്. അപ്പോൾ പാലക്കാടേക്കും എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. ശനിയാഴ്ചയോടുകൂടി എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഭിന്നത ഉടലെടുക്കും. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടൽ നേരിടേണ്ടി വരുമോ എന്ന ഭീതി പല നേതാക്കൾക്കുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവർ നിലപാട് മാറ്റുന്നുണ്ട്. KPCC ചിലപ്പോഴൊക്കെ അതിനോടൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ സഭയിലെത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും അത്തരമൊരു നിലപാടാണ് KPCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി KPCC ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും ഒറ്റയ്ക്കല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോഴത്തെയും പോക്ക് എന്നത് വളരെ വ്യക്തമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ നഗരസഭാ കൗൺസിലർ തന്നെ വന്ന് സ്വീകരണമൊരുക്കുമെന്ന് പറയുന്നു. നമ്മൾ കഴിഞ്ഞ തവണ സഭയിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ താലപ്പൊലി എടുത്ത് കൊണ്ടുവരുന്നത് പോലെയാണ് സഭയിലേക്ക് ആനയിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അതുപോലെ സംരക്ഷണം ഒരുക്കാൻ കുറേ പേർ അവിടെ കാത്തിരിക്കുകയാണ്. എതിരഭിപ്രായവുമായി ഒരു വിഭാഗമുണ്ട്. ആർക്ക് മെജോറിറ്റി കിട്ടും എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത് ഇനിയുള്ള നാളുകളിൽ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.